തിരിച്ച് രാവിലെ അവിടെ നിന്ന് മടങ്ങി. ഞായറാഴ്ച മടങ്ങി നമ്മൾ നേരെ പോയത് തൊട്ട് തേനിയിലോട്ടാണ് കേട്ടോ. തേനി കമ്പം തേനി അവിടെ ഗ്രേപ്സ് ഫാം ഉണ്ടായിരുന്നല്ലോ, മുന്തിരിത്തോട്ടം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നമ്മൾ 7 മണിക്ക് തന്നെ ഇറങ്ങി. ഇതാണ് ഹോട്ടൽ കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ വന്ന ബസ്. ഹോട്ടലിൻ്റെ ഉള്ളൊക്കെ ആ റൂമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഹോട്ടലിൻ്റെ സെൻറ്ററിൽ, അതായത് നമ്മൾ ചെന്ന് കയറുന്ന റിസപ്ഷൻ ഏരിയ ഇതാണ് വരുന്നത്. പിന്നെ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇടുക്കിയിൽ നിന്ന് എന്നെ ഒരു സബ്സ്ക്രൈബർ കാണാൻ വന്നു. അപ്പോൾ അതെന്താണെന്ന് ആരാന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണാൻ വേണമെന്നുള്ളവർ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചിരുന്നുണ്ട്. വേണമെന്നുള്ളവർ കണ്ടാൽ മതി. മേക്കിംഗ് വീഡിയോസ് അല്ല എന്ന് തന്നെ പറയാം കേട്ടോ. ഞാൻ നിർബന്ധിച്ച് ആരെയും കാണുന്നില്ല. നിങ്ങൾക്കിത് വിറ്റിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ക്യാഷ് ഒന്നും നേടേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്താ പറയുക, നിർബന്ധിച്ച് ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ കണ്ടാൽ മതി. അപ്പം നമ്മളിതിവിടെ തേനിയിലോട്ട് പോകുന്ന ഭാഗമാണ് കേട്ടോ. തേനിയിലോട്ട് പോകുന്ന വഴിയാണ്. നല്ല മനോഹരമായിട്ട് പച്ചപ്പാടങ്ങളിങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോസ് എടുത്തതാണ് കേട്ടോ. നല്ല പ്രകൃതി രമണീയമായ കാഴ്ചയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തു എന്നുള്ളൂ. പിന്നെ തെങ്ങന്തോപ്പ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ എന്താ സെൻട്രൽ കൂടെ ഒരു ഭാഗം കാണിച്ചിരുന്നു, അല്ലാത്തൊരു ഭാഗം കാണിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ എന്തോ പ്രശ്നം തോന്നിയതാണോ എന്തോന്നറിയില്ല. ഇനിയിപ്പോൾ രണ്ടാമത് എഡിറ്റ് ചെയ്യാൻ എനിക്ക് വയ്യ. അപ്പോൾ കണ്ടോ, ഇതാണ് മുന്തിരിയുടെ ഭാഗങ്ങളൊക്കെ ഇതുപോലെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഇതാക്കണോ മുന്തിരിത്തോട്ടങ്ങൾ, ഞാൻ തന്നെ അന്തം വിട്ടുപോയി. കാരണം ഇതെന്താ ഇങ്ങനെ വരുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. സംഭവം എന്താ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം ഞാനിത് എഡിറ്റ് ചെയ്ത് ഇതാക്കി വെച്ചതാണ്. പിന്നെ ഇപ്പോൾ എന്താ സംഭവിച്ചറിയില്ല കേട്ടോ, എന്താണാവോ. അപ്പോൾ ഏതായാലും പിന്നെ നമ്മൾ പോകുന്നത് ഇതാണ് രാമക്കല്ലിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചുരം കയറുന്നുണ്ട്. നമ്മൾ രാമക്കല്ലിലോട്ട് നമ്മൾ ചുരം കയറി. രാമക്കല്ല് എന്ന് വെച്ചാൽ നമ്മൾ ഇടുക്കി ജില്ലയിലാണ്, ഒരു അറ്റത്തായിട്ട് വരും. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ കുറച്ച് എന്താ പറയുക ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. അതൊന്നും ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ട്രക്കിംഗ് ഒക്കെ ഭയങ്കര പേടിച്ചിട്ടാണ് കൂടിയിട്ട്. ഫസ്റ്റത്തെ ട്രക്കിംഗ് അങ്ങ് പേടിയുണ്ടായിരുന്നു. പിന്നെയൊക്കെ കുഴപ്പമില്ലാതെയായി. പക്ഷെ അവിടെ ഒരു മഴയും പെയ്തു. അതുകൊണ്ട് മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. ചെറിയ മലക്കാണ് മഴ പെയ്യുക എന്ന് ആദ്യം പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ, അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. മലക്ക പെയ്തിട്ട് നല്ല ആലിപ്പഴം വീഴുന്ന പോലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഓൾറെഡി ഈ വീഡിയോ ഫുള്ളായിട്ട് ഇതുപോലെ ഡബിളായിട്ട് കാണിച്ചിരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അപ്പുറത്ത് കാണുന്നുണ്ടാവുമല്ലോ നമ്മൾ തേനി, ആ ഭാഗത്തോട്ട് ആ ഭാഗം ഉണ്ടാവും. ആ ഭാഗം കാണുന്നത് തമിഴ്നാടാണ്, ഇപ്പുറം നമ്മൾ കേരളമാണ്. അപ്പോൾ നമ്മൾ ഇനി ഈ ചുരം കയറി കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലോട്ട് ചാടി. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോഴാണ് ചെക്ക് പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് നമ്മൾ ഇടുക്കിയുടെ ബോർഡർ ഏരിയ ആണെന്ന് മനസ്സിലായത്. അപ്പോൾ ഇത് വരുന്ന രാമക്കൽ വരുന്നത് നമ്മളെ എന്താ പറയുക, അവിടെ നിന്ന് നോക്കിയാൽ അപ്പുറത്ത് തേനി ആ ഭാഗങ്ങളൊക്കെ കാണാമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ആ കാണുന്ന റോഡ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതിൽ കൂടിയാണ് ജീപ്പൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. ഇത് ആമപ്പാറയിലോട്ടാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. ട്രക്കിങ്ങിലൂടെ നമ്മൾ പാറയിലൂടെയൊക്കെ ജീപ്പിൽ കയറിയിട്ട് നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റത്തെ 1-2 റൈഡ് പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് മടക്കം അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ കയറിയപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. ആമപ്പാറയാണ് കേട്ടോ ഏത് സ്ഥലം ആമപ്പാറയാണ്. ഇതിൻ്റെ അപ്പുറം നമ്മൾ പോയപ്പോൾ തന്നെ മഴ പാറ്റി. ഇതെൻ്റെ മോനാണ് കേട്ടോ, അവനൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അവന് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഇവിടെ തന്നെ നമുക്ക് നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കാറ്റിൻ്റെ സീസൺ ആണോ എന്താണെന്നറിയില്ല. നല്ല കാറ്റ് പറഞ്ഞാൽ ഫോണൊക്കെ പറന്ന് പോകുന്ന പോലെയായിരുന്നു കാറ്റുണ്ടായിരുന്നത്. നമുക്ക് വീഡിയോസ് തന്നെ ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയില്ല, കാരണം കാറ്റുകൊണ്ട് ഞാൻ തന്നെ ഒരു സൈഡിലോട്ട് പോകുന്ന പോലെ എനിക്ക് പേടിച്ചിട്ട്. പിന്നെ മോളെയും കയ്യിലുണ്ടായിരുന്നു, പിന്നെ ഹസ്ബൻഡ് എടുത്തിട്ടുണ്ടായിരുന്നു മോളെ. അതിനെക്കൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് അവിടെ കണ്ടോ നിങ്ങൾ, ആ പാറയുടെ അവിടെ ആയിട്ട് ഇതാണ്. ഇതിൻ്റെ പകുതി മുക്കാലും ഞാൻ കയറി. പിന്നെ മോൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ ഇറങ്ങി കേട്ടോ. ശ്വാസം എടുക്കാൻ എനിക്ക് തന്നെ കയറാൻ കഴിയുന്നില്ല, നല്ല കാറ്റ്. അതിന് കുറച്ചുകൂടി ഒരു സ്റ്റെപ്പ് കൂടി കയറേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഞാൻ ഇറങ്ങി. മോൾക്ക് അങ്ങനെ ശ്വാസം എടുക്കാൻ അത് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ പേടിച്ചിട്ട് ഇറങ്ങി. കാരണം നമുക്ക് അതല്ലല്ലോ വലുത്, മക്കളെ കാര്യമാണല്ലോ വലുത്. അപ്പോൾ പിന്നെ ഞാൻ കയറിയില്ല, ഞാൻ തന്നെ ഇറങ്ങി. മോളെയും കൊണ്ട് ഞാൻ ഇറങ്ങി. അല്ലാത്തവരൊക്കെ കയറി കേട്ടോ. ഞാൻ പിന്നെ കയറുന്നുണ്ട്. അവിടെ ആമപ്പാറ എന്നെഴുതിച്ചുണ്ടല്ലോ, അതാണ് കേട്ടോ, ആമപ്പാറയിലാണ്. പിന്നെ ഇവിടെ എന്തെങ്കിലും കാഴ്ച എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു പാറയുടെ ഉള്ളിലൂടെ പോയാൽ ഇങ്ങനെ കുറേ ചെരിഞ്ഞിട്ട് പോകണം, ഇരുന്നിട്ട് പോകണം, കിടന്നിട്ട് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാനും 1-2 ആൾക്കാരും അല്ലാത്തവരൊക്കെ അതിലൂടെ കയറിപ്പോയി. ഹസ്ബൻഡും മോനും ചെറിയ മക്കളൊക്കെ എൻ്റെ മോനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കണ്ടോ. അതിൽ കൂടെയാണ്. അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, കാരണം നമുക്ക് മോൻ തന്നെ പകുതി എടുത്തിട്ടുള്ളൂ. പിന്നെ അവന് പേടിച്ചിട്ട്, കാരണം ഫോണിട്ട് താഴെ പോകുമെന്ന് പേടിച്ചിട്ട് അവനെടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് മടങ്ങിയിട്ട് നേരെ
ഞാൻ പറഞ്ഞല്ലോ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം അത് അപ്പോഴത്തേന് മഴ പെയ്തു. അവിടേക്ക് നമ്മൾ നടന്നു പോകുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട് മഴ വരുന്നുണ്ട് പെട്ടെന്ന് പോയിട്ട് വാന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് നമുക്ക് നടന്ന് അവിടെ പകുതി എത്തി. പക്ഷേ നമുക്ക് ഇങ്ങോട്ട് ഓടിപ്പോകുന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര നല്ല മഴ ശക്തിയായിരുന്നു. ശക്തി വെച്ചാൽ നല്ല തുള്ളി തുള്ളി മഴ തന്നെയാണ്. പക്ഷേ ആലിപ്പഴം വീഴും പോലെ നല്ല വേദന ഉണ്ടായിരുന്നു മേലേക്ക് തട്ടിയിട്ട് കേട്ടോ. പിന്നെ പോയിട്ടുണ്ടായിരുന്നു നമ്മളിതാ ഈ ഇവിടെ ഒരു പ്രതിമ സ്റ്റാറ്റ്യൂ പോയിൻ്റ് ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെയാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയപ്പോൾ അവിടുന്ന് നല്ല കാറ്റായിരുന്നു. നല്ല കാറ്റാണെന്നതാണ്, നല്ല കാറ്റാണ് കേട്ടോ. അവിടെ ഒരു എന്താ പറയുക, മുകളിൽ നിന്ന് നമുക്ക് വ്യൂസ് കാണാൻ വേണ്ടിയിട്ട് ഒരു ഇത് മതിൽ പോലെ കെട്ടിയിട്ടുണ്ടായിരുന്നു. മതിലുള്ള ഒരു ഇതുപോലെ കേട്ടോ. അതിൻ്റെ ഉള്ളിലൂടെ ഒരു കോണി ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുകൾക്കും ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ മുക്കും മോളെ പേടിച്ചിട്ടുണ്ട്. കാരണം മോള് മഴ നനഞ്ഞതുകൊണ്ട് തന്നെ വിറക്കുന്നുണ്ടായിരുന്നു അവൾ. അതുകൊണ്ടോ അപ്പോൾ കാറ്റ് അവൾക്ക് കൊള്ളാൻ വയ്യ. പിന്നെ ഏതായാലും നമ്മൾ കണ്ടല്ലോ, അപ്പോൾ മുകളിലോട്ട് ചെന്നാൽ അല്ലാതെ തന്നെ കാറ്റുണ്ട്. പിന്നെ ഒന്നുകൂടി ഉയരത്തിലോട്ട് പോയാൽ നല്ല കാറ്റല്ലേ, അപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ഞാൻ കയറിയില്ല. ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിടിക്കാൻ മോളെ കയറിക്കോ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങോട്ട് കയറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് നമ്മൾ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അതുവരെ നമുക്ക് അവർ വരുള്ളൂ. എന്താ പറയുക, നമ്മളെ കൊണ്ടടക്കുന്നത് ട്രക്കിങ്ങിൽ കൊണ്ടടക്കുന്നത് വണ്ടിക്കാരാണ് കേട്ടോ. ജീപ്പത്തെ ആൾക്കാരാണ്, ജീപ്പിലാണ് കൊണ്ടടക്കുന്നത് കേട്ടോ. പിന്നെ അവരവിടെ ഇറക്കിയാൽ പിന്നെ നമ്മൾ ഇവിടെ കണ്ടിട്ട് നമ്മളെ പ്രതിമ സ്റ്റാറ്റ്യൂ ഉണ്ടല്ലോ അവിടെ കണ്ടിട്ട് നേരെ താഴോട്ട് അങ്ങനെ ഇറങ്ങി പോകട്ടെ. നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ കാറ്റുകൊണ്ട് ഞാൻ ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്നൊരു മല ഉണ്ട്, അത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വീഡിയോയിൽ. ആ മലയിൽ കൂടെ നമുക്ക് നടന്നിട്ട് പോകണം. അവിടേക്കും ഞാൻ പോയില്ല, ഞാനും മോളും പോയില്ല. കാരണം അത് മോള് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി വിറച്ചിരിക്കുകയാണ് ആൾ. മഴയും കൊണ്ടു കണ്ടോ ആ മല കണ്ടല്ലോ, അവിടേക്ക് ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. ആ മല നിങ്ങൾ കാണുന്ന മലയല്ല, അവിടെ കൂടെ ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് മോളെയും കൊണ്ട് പോകാൻ പറ്റില്ല. ഹസ്ബൻഡ് മോനും എല്ലാവരും പോയി, ഞാൻ പോയില്ല. നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടലിലോട്ട് ഞാൻ പോയേക്കാണ്. എൻ്റെ മോൾക്ക് എന്താ മഴ നനഞ്ഞിട്ട് എന്താ എന്താ പറയുക വിറയ്ക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തന്നെ നല്ല കോറിയിട്ടുണ്ട്, കൈയൊക്കെ നല്ല കോറലുണ്ടായിരുന്നു. അപ്പോൾ മോളെയും കൊണ്ട് എനിക്ക് കയറാൻ പറ്റില്ല എന്ന് നിർത്തിയിട്ട് പോയില്ല. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ എന്നെ കാണാൻ സബ്സ്ക്രൈബർ വന്നു. അപ്പോൾ വേറെ എവിടെയല്ല വന്നത് ആൾ, ഞങ്ങൾ പത്തനംതിട്ടയല്ല, ഞങ്ങൾ ഇടുക്കിയിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ മാസങ്ങളോളമുള്ള പരിചയമാണ്. എൻ്റെ കയ്യിൽ നിന്ന് കുറേ പ്രാവശ്യം, 1-2 പ്രാവശ്യമൊന്നുമില്ല, കുറേ പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ നോക്കിയാൽ അറിയാം ഷിജോ ഷിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമൻ്റ് അല്ല ഒരുവിധം വീഡിയോസിനൊക്കെ ഉണ്ടാവും. ഷിജോ ഷിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഷിബിജ ഷിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഐഡിയിൽ നിന്ന് അധികം ഇത് വന്നിട്ടുണ്ടാവും, കമൻറ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ആളാണ് കേട്ടോ. അപ്പോൾ ആൾ കക്കാട്ട് കടയിലുള്ള ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ടൂർ, എനിക്ക് എൻ്റെ സ്റ്റാറ്റസ് അവൾക്ക് കാണാൻ പറ്റും, എൻ്റെ നമ്പർ സേവാണ്. അപ്പോൾ ഞാനിവിടെ ഇടുക്കിയിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇടുക്കിയിൽ നമ്മളെ നാട്ടിലൂടെ പോകുകയാണല്ലോ ഇവിടെ വരാഞ്ഞിട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫുഡ് അയക്കുന്നത് ഇവിടെ നിന്നാണ്, കട്ടപ്പനയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കട്ടപ്പനയിലൂടെ വരുന്നുണ്ട്, എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്, ഓക്കെ എന്നാൽ വരാം, ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയം ഞാൻ അവിടെ എത്തുമ്പം മെസ്സേജ് തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഫുഡ് എത്തുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ എത്തി, ബസ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മാസ് ഹോട്ടലോ അങ്ങനെ എന്തൊരു ഹോട്ടലാണ്, അവിടെ എത്തിയപ്പോൾ തന്നെ ആൾക്ക് ഞാൻ മെസ്സേജ് അയച്ചു ഞാനിവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾ വന്നു, കണ്ടു, സംസാരിച്ചു. പക്ഷേ സെൽഫി എടുക്കാൻ ആൾ മറന്നുപോയി, ഞാനും മറന്നുപോയി. മഴ അവിടെ ചെറിയ പാറ്റൽ മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മക്കളെ വണ്ടിയിലിരുത്തിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ എല്ലാ ഒരുവിധം വീഡിയോസിനൊക്കെ കമൻറ്റ് ഇടാറുണ്ട്, ലൈക്കും ചെയ്യാറുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് കുറേ പ്രാവശ്യം നമ്മൾ സാധനം വാങ്ങിച്ചു, അതാണ് ഞാൻ നമ്പർ തന്നെ സേവ് ആക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സബ്സ്ക്രൈബറെ നമ്മൾ കണ്ടുമുട്ടി. അതൊരു ഭയങ്കര അനുഭവമായിട്ട്, കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ കാണുകയെന്ന് പറയുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ കേട്ടോ. ഇനിയും മേക്കിംഗ് വീഡിയോസായിട്ട് ഞാനും വരുന്നതാണ്, 1 by 1 ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.